ഉപ്പ് കുറവുണ്ടോ? ഇട്ടോ കുറച്ചിട്ടോ. നിങ്ങൾ നോക്കി തിളക്കട്ടെ, തിളച്ച് അതൊന്ന് കാണട്ടെ. ഹായ്, നമസ്കാരം എല്ലാവർക്കും. ഫ്രൈഡേ കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഡിഷ് സാമ്പാറാണ്. തനിനാടൻ സാമ്പാർ. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും പല സ്ഥലത്തും പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് സാമ്പാർ തയ്യാറാക്കുന്നത്. അത് സദ്യകൾക്കായിക്കോട്ടെ, ബ്രേക്ക്ഫാസ്റ്റിനായിക്കോട്ടെ, ഓണത്തിനായിക്കോട്ടെ, എല്ലാ കാര്യത്തിലും നമുക്ക് സാമ്പാറില്ലാണ്ട് ഒരു ദിവസം നമുക്ക് തീരെ പറ്റത്തില്ല. സാമ്പാറിലത് ആൾമോസ്റ്റ് എന്തെങ്കിലും ഒരു ദിവസം സാമ്പാർ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും സാമ്പാർ തയ്യാറാക്കാറുണ്ട്. എല്ലാവരും പല പല രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഞാനും എൻ്റേതായ ഒരു സ്റ്റൈലാണ് ഇവിടെ സാമ്പാർ തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് കാണുക, വീഡിയോ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ എന്തായാലും നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. അതിന് വീഡിയോ അവസാനം വരെ കാണുക. താങ്ക് യു. സാമ്പാറിന് ആദ്യം തന്നെ നമുക്ക് പരിപ്പ് വേവിക്കാനായിട്ട് വയ്ക്കാം കേട്ടോ. ഞാനൊരു 1/4 കിലോ പരിപ്പാണ് വേവിക്കുന്നത്. ഞാൻ കുറച്ച് കൂടുതൽ സാമ്പാറുണ്ടാക്കുന്നതുകൊണ്ടാണ് കൂടുതൽ പരിപ്പ് വേവിക്കുന്നത്. ഞാനത് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു ചെറിയ സ്പൂണിന് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഞെട്ടി കളഞ്ഞ പച്ചമുളക് ഒരു 5 പീസ് പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണ, ഇത്ര ഞാൻ ഒഴിച്ചു കൊടുക്കണേ. ഇപ്പോൾ നിങ്ങൾ വെള്ളം എടുക്കുമ്പോൾ ഒരുപാട് കുറയാനും പാടില്ല, കൂടാനും പാടില്ല. പരിപ്പിന് മേലെ കുറച്ച് കണ്ട് എടുക്കണം കേട്ടോ. കണ്ട് നമുക്ക് കുക്കർ അടിച്ചിട്ട് വയ്ക്കാൻ വയ്ക്കാം. ഒരു വിസിലടിച്ചാൽ മതി കേട്ടോ. സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഞാൻ റെഡി ആക്കിയിട്ട് നന്നായിട്ട് കഴുകിയെടുത്തു. ഈ സാമ്പാർ നമ്മൾ കട്ട് ചെയ്യുന്ന ആ രീതിയിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അറിയാത്തവർ ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന ആ സ്റ്റൈൽ നോക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ കുക്കറൊക്കെ അതേ ഒരു വിസിലടിച്ചിട്ടുണ്ട്. ഞാനത് മാറ്റി വെച്ചു. നമുക്ക് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനത് ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളിയിൽ എണ്ണ ചൂടായി. ഞാനത് ആദ്യം തന്നെ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്കായ ഞാൻ ചെറുങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് വെണ്ടക്കായ ഞാൻ അതിനെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ വെണ്ടക്കായ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ആ വഴുവഴുപ്പൊന്നും ഉണ്ടാവില്ല, നല്ല ഇതായിരിക്കും. അപ്പോൾ എണ്ണ ചൂടായി തന്നെ എണ്ണയിലേക്ക് നമുക്ക് ഒരു 5-6 പീസ് ചെറുപുളി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3 പീസ് വെളുത്തുള്ളി ഇടുന്നുണ്ട് കേട്ടോ. നമുക്ക് ഗ്യാസിൻ്റെ ഒക്കെ അത് ശല്യം ഉണ്ടെങ്കിൽ അത് കുറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ വല്ല ഇഷ്യൂ വരുമ്പോൾ ഉണ്ട്, അത് മാറാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഞാനത് വെളുത്തുള്ളിയും അതൊന്ന് ചെറുങ്ങനെ ചൂടാക്കി അതിന് ശേഷം ഞാൻ ക്യൂബായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പീസ് സവോള അതും കൂടി നമുക്ക് അതിനകത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വാട്ടാട്ടാ. ഉരുളിയാകുമ്പോൾ നല്ല എല്ലാ സൈഡിലേക്ക് നമുക്ക് ഇളക്കാനുള്ള കുറച്ച് ഫ്ലെക്സിബിലിറ്റി ആയിരിക്കും. അപ്പോൾ സുഖമായിട്ട് നമുക്ക് ഇത് മാറ്റിയെടുക്കാം കേട്ടോ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങയുടെ പീസാണ്. ഞാനൊരു 3 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിയ വഴുതനങ്ങയാണ്. 3 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. എല്ലാം ക്യൂബായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതും നന്നായിട്ട് വാടി ചെറുങ്ങനെ ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. അപ്പോൾ ഞാൻ തയ്യാറാക്കുന്ന പൊടിയൊക്കെ വറുത്തിട്ടാണ്. അപ്പോൾ അതേ നമ്മുടെ വഴുതനങ്ങയൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ പൊടി ഇട്ട് തുടങ്ങിയാണ്. മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മുളക് പൊടിയാണ് ചേർക്കണേ. മുളക് പൊടി ഞാൻ ചേർക്കുന്നത് 3 സ്പൂണാണ്. വലിയ സ്പൂണല്ല, ഒരു മീഡിയം സ്പൂൺ. 3 സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ചേർക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും അത്രയും തന്നെ ഏകദേശം ഒരു 3 സ്പൂൺ തന്നെ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി ആകുമ്പോൾ എരിവ് ഇത്തിരി കുറവായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ താളിക്കുന്ന നേരത്തെ ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 സ്പൂൺ മേലെയായിട്ട് സാമ്പാർ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മസാലേനെ നമുക്ക് എല്ലാ സൈഡിലേക്കും ആക്കിയിട്ട് ഇതിന് ചെറുങ്ങനെ ഫ്രൈ ചെയ്തിടുക. അപ്പോൾ ഈ മല്ലിപ്പൊടിയും ഇതിൻ്റെ കുത്തൊക്കെ ഒന്ന് മാറി കിട്ടും. പൊടിയൊന്ന് ചെറുങ്ങനെ ഒന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ നമ്മുടെ ഈ വഴുതനങ്ങയൊക്കെ ചെറുങ്ങനെ വാടിയിരിക്കുന്ന വഴുതനങ്ങയാണ്. അത് ഏകദേശം ചെറുങ്ങനെ ഫ്രൈ ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതിനെ മസാലേൻ്റെ പൊടിയൊക്കെ ഒന്ന് ചെറുങ്ങനെ വറുത്തെടുക്കാം കേട്ടോ. തീ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു കൂട്ടാം. കരി മീൻസ് പൊടി ആ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറിയ തീ തന്നെ ഇട്ടിട്ട് അതെങ്ങനെ ചെറിയ തീയിലിട്ടിട്ട് നമുക്കതിനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ ഏകദേശം അങ്ങനെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ചെറുങ്ങനെ ചൂടാക്കി കയറി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കട്ടിയുള്ള കഷ്ണങ്ങൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങും മുരിങ്ങക്കോലും എടുത്തിരിക്കുന്നത്. അത് ക്യാരറ്റും ചേന പച്ചക്കായൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദേ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുരിങ്ങക്കോലും ഉരുളക്കിഴങ്ങാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞ മാതിരി തന്നെ ക്യാരറ്റ്, ചേന, പച്ചക്കായ ഇതൊക്കെ നമുക്ക് കഷ്ണങ്ങൾ വലിയ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ കൊത്തമരപ്പയർ ഇതൊക്കെ ചേർക്കുന്ന സാമ്പാറിൽ ചേർക്കാം. അപ്പോൾ ഒരുപാട് കഷ്ണം എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് കഷ്ണം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, പക്ഷേ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾക്ക് തിളപ്പിച്ച വെള്ളമാണ് ഞാൻ അവിടെ ഉപയോഗിക്കുന്നത്. കെറ്റിൽ തിളപ്പിച്ച വെള്ളമാണ് ഈ കഷ്ണങ്ങൾ വേവിക്കാനായിട്ട്. നമുക്ക് സാധാരണ വെള്ളം പച്ചവെള്ളമായി യൂസ് ചെയ്യാം, പക്ഷെ അത് തിളച്ച് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാനിപ്പോൾ ചൂടുവെള്ളമാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് കേട്ടോ. കഷ്ണം വേവാനുള്ള വെള്ളമാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ മസാലയും ഇതും ചേർത്ത് എല്ലാ സൈഡും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിത് ചേർക്കേണ്ടത് ഉപ്പും കായപ്പൊടിയാണ്. ഞാൻ ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. കായപ്പൊടി നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനെ അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇതിപ്പോൾ നമ്മുടെ ഞാൻ അടച്ച് വെച്ചായിരുന്നു, ചെറുങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ സൈഡിലേക്കും ഒന്നുകൂടി ഇളക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതൊന്ന് വെള്ളമൊക്കെ വറ്റി വരണം, ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും അതിനെ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പതുക്കെ തന്നെ ഇതായിട്ട് വരും. ഇപ്പോൾ ഇവിടെ കാണിച്ചിരുന്നത് പുളിയാണ് കേട്ടോ. പുളി നമുക്ക് ആദ്യം വെള്ളത്തിലെടുത്തിടാം. ഒരു ചെറിയ എന്താ പറയുക, ഒരു ആശിക്കയുടെ വലുപ്പത്തിനുള്ള പുളി എടുത്ത് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ അതേ വെന്ത് തിക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ. കഷ്ണങ്ങളൊക്കെ തിക്കായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. തക്കാളി ഞാനൊരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതും ഈ പറഞ്ഞ മാതിരി ക്യൂബ് കണക്കാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ചെറുങ്ങനെ ആവിയായിട്ട് തിളപ്പിച്ച് എടുക്കണം കേട്ടോ, അടച്ചു വെച്ചിട്ട്. ഇത് കുറച്ച് തിക്കായതിന് ശേഷം മാത്രമാണ് നമുക്ക് നമ്മൾ നേരത്തെ ബോയിലാക്കി വെച്ചിരിക്കുന്ന പരിപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ തക്കാളിയും കൂടി ചേർത്തിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം കേട്ടോ. ആ തക്കാളി ഒന്നും കൂടി വെന്തിട്ട് വരട്ടെ. ഇപ്പോൾ ഞാൻ അടപ്പ് വെച്ച് അടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഇത് കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ സാമ്പാറൊക്കെ. ഇനി നമുക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ തിളപ്പിച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പാണ്. പരിപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ കുക്കർ കഴുകി ഒന്നും കൂടി വെള്ളം കൂടി അതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അടിയിൽ നിന്ന് പൊടി വീഴാതിരിക്കാൻ നോക്കുക പ്രത്യേകം. ഒരുപാട് തിക്കും പാടില്ല, ഒരുപാട് ലൂസും പാടില്ല. ആ രൂപത്തിലാണ് നമുക്ക് സാമ്പാർ തയ്യാറാക്കേണ്ടത്. ഞാൻ നേരത്തെ കായപ്പൊടി ഇട്ട് കൊടുത്തില്ലായിരുന്നു. നമുക്ക് വേണമെങ്കിൽ കുറച്ച് കായപ്പൊടിയും ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിരുത്തൊന്ന് കുറുക്കണം. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ചേർക്കുന്നത് കായപ്പൊടിയാണ് കേട്ടോ. കായപ്പൊടിയും ചേർക്കുന്നുണ്ട്, ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി വയ്ക്കാം. കാരണം ഇത് തിളച്ച് വരുമ്പോൾ ഒന്നും കൂടി തിക്കാവും സാമ്പാർ. ഇപ്പോൾ ഒരുപാട് തിക്കാവാൻ പാടില്ല. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം കേട്ടോ. അതിങ്ങനെ തിളച്ച് വരും തോറും അത് കുറുകി വരും. അത്യാവശ്യം ഇനിയിപ്പോൾ നല്ല ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ ഞാനവിടെ നമ്മൾ കട്ട് ചെയ്ത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ വെണ്ടക്കായും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം. അതിങ്ങനെ ചെറുങ്ങനെ തിളച്ചത് കുറുകി വരും കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് തിക്കാവാനും പാടില്ല. ആ പരുവത്തിലാണ് നമുക്ക് സാമ്പാർ വേണ്ടത്. അപ്പോൾ അത്യാവശ്യം സംഭവങ്ങളൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. തിളച്ചൊന്ന് തിക്കായതിന് ശേഷം നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒരു കുറച്ച് പുളി നമ്മൾ ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കപ്പിനകത്ത്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് തിളച്ച് ഒന്ന് ഇതാവട്ടെ. എന്നിട്ട് നമുക്ക് പുളിയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബോളിൻ്റെ പരുവത്തിൽ, ചെറിയൊരു ബോളിൻ്റെ പരുവത്തിലാണ് പുളി എടുത്തിരുന്നത്. ആ പുളിയും കൂടി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സാമ്പാറൊക്കെ ഏകദേശം റെഡി ആകുന്നുണ്ട്. ഇനി നമുക്ക് കടുക് പൊടിച്ചിടാൻ ആവശ്യമുള്ളൂ.
ഒന്നും കൂടി തിക്കായി തിളച്ചതിന് ശേഷം നമുക്ക് ഓഫാക്കാം കേട്ടോ. അപ്പോൾ ഓഫാക്കണയ്ക്ക് മുമ്പ് നമുക്ക് ഇതിൻ്റെ നോക്കണം, ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. നമ്മുടെ സാമ്പാർ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉപ്പും പുളിയും നോക്കിയതിന് ശേഷം നമുക്ക് വാങ്ങി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് താളിക്കണമെങ്കിൽ ഞാൻ ആദ്യം തന്നെ താളിക്കാൻ പാത്രം വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായപ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉലുവൊക്കെ പൊട്ടി ഞാൻ കടുകും കൂടി ചേർക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് കേട്ടോ. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടാനായിട്ട് നോക്കുക. കടുക് പൊട്ടിയതിന് ശേഷം മാത്രം ഉണക്കമുളകും കറിവേപ്പില ഇടുക. അപ്പോൾ നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി. അപ്പോൾ ഞാൻ ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 3-4 പീസ് ഉണക്കമുളകാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കാശ്മീരി ചില്ലിപ്പൊടി ഇട്ട് കൊടുത്തുകൊണ്ട് മുളക് ഇത്തിരി സ്പൈസി കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് കായപ്പൊടി ഇടുന്നുണ്ട്. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് നമ്മുടെ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും പുളി നിങ്ങൾ നോക്കാതിരിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.